നമസ്കാരം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിയോജിപ്പുകൾ പറഞ്ഞാലും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള അസാമാന്യമായ പാഠവുമുള്ള ഭരണാധികാരിയാണ് സഖാവ് പിണറായി വിജയൻ. അത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഒരു വ്യക്തിയെ പഠിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പരനാറിയെന്നും കുലം കുത്തിയെന്നും ഒക്കെ ചിലരെ വിളിക്കുമ്പോൾ കേൾക്കുന്നത് നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഈ വിളിച്ചവർ പിന്നീട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാണുമ്പോൾ എത്ര ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു പിണറായി വിജയൻ എന്ന് നമുക്ക് തോന്നും. പോലീസിലെ ചില IPS ഏമാന്മാരെയും ഏമാത്തികളെയും എന്നിങ്ങനെ പറയാം അല്ലേ, സ്ത്രീലിംഗം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏമാത്തികളെയും പിണറായി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ വിമർശിച്ചവരുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത്രയും സത്യസന്ധനായ ഈ പോലീസ് ഓഫീസറോട് എന്തിനാണ് പിണറായി ഇങ്ങനെ കാണിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവനൊക്കെ റിട്ടയർ ആവുമ്പോൾ ഈ ഏമാന്മാർ ചെന്നണയുന്ന മാളങ്ങൾ കാണുമ്പോഴാണ് പിണറായിയെ നമ്മൾ നമിച്ചു പോകുന്നത്. അത്രയും നേരത്തെ അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ്. അത് ചീഫ് സെക്രട്ടറിയായും മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായും ഒക്കെ പ്രവർത്തിച്ച കെ ജയകുമാർ IAS, എൻ്റെ പ്രിയപ്പെട്ട ജയകുമാർ സാർ, റിട്ടയർമെൻറ്റ് കാലം സിനിമകൾക്ക് തിരക്കഥ എഴുത്തും സംവിധാനങ്ങളും ഡോക്യുമെൻ്ററി എടുപ്പും പാട്ടെഴുത്തും ഒക്കെയായി ആസ്വദിക്കണം ദിനേശേ എന്ന് പലപ്പോഴും എന്നോട് സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങനെ ആ വഴിയിലേ പോവും. റിട്ടയർമെൻറ്റ് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കണം. അങ്ങനെ റിട്ടയറായി പോയ ആളിനെയാണ് പിണറായി വിളിച്ച് IMG-യുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞ വലിയ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാക്കി. 2 പിണറായി സർക്കാരിൻ്റെ കാലത്തും IMG തലവനായി ജയകുമാർ സാർ തുടരുന്നു. അത് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം പെർഫെക്റ്റ് ആണ് 100% തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ പിണറായി 1ാം മന്ത്രിസഭയിൽ വെച്ച ആളിനോ അയ്യോ ഇത് അയ്യോ തലവേദന എടുത്ത് വെച്ചോ എന്ന് തോന്നാതെ 2ാമതും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജയകുമാർ സാറിനെ തേടി ഒരു പുതിയ ദൗത്യം എത്തിയിരിക്കുന്നു. കുത്തൊഴിഞ്ഞു കിടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാർ സാറിനെ നിയമിച്ചിരിക്കുന്നു. അതും 5 പേരുകളാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിൽ വന്നത്. അപ്പോൾ പിണറായി വിദേശത്താണല്ലോ, അങ്ങോട്ടേക്ക് ഈ 5 പേരും അയച്ചു കൊടുത്തപ്പോൾ ഒറ്റ വാക്കേ പിണറായി പറഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്, കെ ജയകുമാർ മതി. അപ്പോൾ IMG ഡയറക്ടർ തന്നെയാണ് ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പിണറായി ഒരാളെ മതിയെന്ന് പറഞ്ഞാൽ അതിൽ പല പല കാരണങ്ങളുണ്ടാകും. സഖാവ് BS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2006 ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആളിനെ എന്താ പറയുക പിരിച്ചുവിട്ടു BS. എന്നിട്ട് കെ ജയകുമാറിനെ സ്പെഷ്യൽ കമ്മീഷണറാക്കിയിട്ടുണ്ട്. അപ്പോൾ VS-നും അറിയാം കെ ജയകുമാർ ആരാണെന്ന്. അതുകൊണ്ടാണല്ലോ ബോർഡ് പ്രസിഡന്റിനെ പിരിച്ചുവിട്ടിട്ട് ഇദ്ദേഹത്തെ സ്പെഷ്യൽ കമ്മീഷണറാക്കിയത്. 2 തവണ കൂടി അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണറായി. അത് കഴിഞ്ഞ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ ചെയർമാനായി. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയിലെ സ്വർണം മുഴുവൻ, പത്മനാഭൻ്റെ സ്വർണം മുഴുവൻ കണ്ട ഏക IAS-കാരനാണ് ജയകുമാർ സാർ. സാറിനോട് ഞാൻ ആ കാര്യം കണ്ട കാഴ്ചയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാണേണ്ടതാണ് ദിനേശേ പത്മനാഭൻ്റെ നിധി പേടകം എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. IAS-ൻ്റെ ഭാരം ചുമന്നുള്ള ജാട കാണിക്കാതെ തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുന്ന ജയകുമാർ സാർ ശബരിമല ഭരിക്കട്ടെ. ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് തൃശ്ശൂർ രാമനിലയത്തിലാണ്. ദിനേശെ അറിഞ്ഞു അല്ലേ വാർത്ത? ഞാൻ പറഞ്ഞു അറിഞ്ഞു സാർ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് ശരി, അതിലൊക്കെ വന്നോ? ഞാൻ അതിലൊക്കെ വന്നു. ഞാൻ നാളെ രാവിലെ തിരുവനന്തപുരത്ത് എത്തും ദിനേശ്. ഒരു 10 ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ വൃശ്ചിക മാസത്തിൽ തുറക്കുമല്ലോ, വൃശ്ചിക 1-ാം തീയതി തുറക്കുമല്ലോ ശബരിമല. മകരവിളക്കും മണ്ഡലവിളക്കും ഒക്കെ ഈ 10 ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിഭ്രാന്തിയൊന്നുമില്ല ദിനേശേ. കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കും. നമ്മൾ മുമ്പ് അവിടെ പ്രവർത്തിച്ച ആളല്ലേ, നമുക്ക് നോക്കാം. ഞാൻ നാളെ രാവിലെ തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സാറിനെ കാണാനൊന്നും പോയില്ല. തിരക്കുകൾക്കിടയിൽ നമ്മൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എന്തായാലും
നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അയ്യപ്പൻ മനസമാധാനത്തോടെ ഇനിയെങ്കിലും ഉറങ്ങട്ടെ. കൈയിട്ടുവാരികളിൽ നിന്ന് ഒരു മോചനം അയ്യപ്പന് ലഭിക്കട്ടെ. 100% വിശ്വസിക്കാം ജയകുമാർ സാറിനെ. രസകരമായ ഒരു കഥയാണ് പറയുന്നത്. എഴുതി വന്നപ്പോൾ അല്പം നീണ്ടുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സിനിമ കാണൽ കള്ള് ഷാപ്പിൽ കയറുന്ന പോലുള്ള അറപ്പിൽ സമൂഹം കണ്ടിരുന്നു ഒരു കാലത്ത്. പ്രത്യേകിച്ചും വരേണ്യവർഗം അങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ളവർ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. കള്ള് ഷാപ്പിൽ കയറുന്നതിനേക്കാൾ ഹീനമായ പണിയാണ് തിയേറ്ററിൽ കയറി സിനിമ കാണുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്, പ്രത്യേകിച്ച് വരേണ്യവർഗം. വിഗതകുമാരൻ എന്ന മലയാളത്തിലെ ആദ്യ സിനിമയിൽ അഭിനയിച്ച PK റോസി എന്ന ദളിത് യുവതിയോട് ഈ പറഞ്ഞ സമൂഹം കാണിച്ചത് എന്താണെന്ന് മലയാളി മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പട്ടന്മാരുടെയും അഗ്രഹാരങ്ങളുടെയും നോട്ടപ്പാടിൽ ഒരു തേവിടിശി കലയായിരുന്നു സിനിമ. അഗ്രഹാരങ്ങളിൽ നിന്ന് മാത്രമല്ല, മാന്യമായ മറ്റ് കുടുംബങ്ങളിൽ നിന്ന് പോലും സിനിമ കാണാൻ പോകുന്നത് അപൂർവമായിരുന്നു, അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ഈ അന്തരീക്ഷമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരു പയ്യൻ, പട്ടൊരു പയ്യൻ എന്ന് തന്നെ അണ്ടർലൈനിട്ട് പറയാം, അതൊന്നും ചിന്തിക്കാതെ സിനിമ കാണാൻ പോവുക തുടരെ എന്നാവുമ്പോൾ അവനെ എന്താ വിളിക്കേണ്ടത്, അതും ആളൊരു ബ്രാഹ്മണനാവുമ്പോൾ എന്താ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അഭിജാതമെന്ന് കുടുംബം കരുതുന്ന നിഷ്ഠകൾ തെറ്റിച്ച് ഒളിച്ചു പോയെങ്കിലും സിനിമ കാണുക. മലയാള സിനിമ വിരലിൽ എണ്ണാവുന്ന അത്രയേ വന്നിരുന്നുള്ളൂ എന്നതിനാൽ തമിഴും തെലുങ്കും ഇംഗ്ലീഷും ഹിന്ദിയും എന്ന് വേണ്ട സിനിമ എന്നൊരു സാധനമായിരുന്നാൽ മതി, ഈ പയ്യൻ കാണുമായിരുന്നു. മുടങ്ങാതെ സിനിമ കാണുമായിരുന്നു. ഒരു വർഷം 400 സിനിമകൾ വരെ ഈ കുരുത്തം കെട്ട പയ്യൻ കണ്ടിരുന്നുവെന്ന് നമ്മൾ അറിയുമ്പോൾ ആ യുവത്വത്തിന് സിനിമകളോട് ഉള്ള പാഷൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാഷൻ ഇല്ലാണ്ടൊക്കെ അദ്ദേഹം പറയും, പക്ഷേ അദ്ദേഹത്തിന് സിനിമയോട് പാഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് 365 ദിവസം കൊണ്ട് 400 സിനിമ കാണുക എന്നുള്ളത്. ഇങ്ങനെ പതിവായി സിനിമകൾ പഠനകാലത്ത് കണ്ടിരുന്നെങ്കിലും നാളെ വളർന്ന് വലുതാവുമ്പോൾ ഒരു സിനിമാക്കാരനാകണമെന്ന സ്വപ്നമൊന്നും ഈ പയ്യൻ്റെ മനസ്സിലില്ലേയില്ല. അതൊന്നും ഇല്ലായിരുന്നു. TV ഇല്ലാത്ത, കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലം സിനിമ തന്നെയാണ് ശരണം. വീട്ടുകാർ പഴമയും കെട്ടിപ്പിടിച്ചിരിക്കട്ടെ, എന്നെ അതിന് കിട്ടില്ല എന്ന് ചോരത്തിളപ്പിൻ്റെ പ്രായമുള്ളതുകൊണ്ട് ചിന്തിച്ച ആളായിരുന്നു ഈ പയ്യൻ. യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് എഞ്ചിനീയർമാരുടെ തസ്തികയിലേക്ക് ആളെ എടുക്കുന്നു എന്ന അച്ഛൻ്റെ നിർദ്ദേശത്തിൽ ഈ പയ്യൻ കോഴിക്കോട്ട് പോയി എഴുത്ത് പരീക്ഷ എഴുതി, നല്ല മാർക്ക് വാങ്ങിച്ചു. ഇനി മദ്രാസിലാണ് നേരിട്ടുള്ള ഇൻ്റർവ്യൂ. മദ്രാസിലാണ് അഭിമുഖം എന്നറിഞ്ഞ പയ്യന് വലിയ സന്തോഷം. അത് ഇൻ്റർവ്യൂ ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ മദ്രാസ് നഗരം കാണാമെന്ന് വിചാരിച്ചിട്ടല്ല. മദ്രാശിയിൽ പോയാൽ പഴംപൊരിയുടെ കാര്യം പറഞ്ഞ കണക്ക് 2 കാര്യങ്ങൾ നടക്കും ഒരേ സമയം. ജോലിയും കിട്ടും, അത് കിട്ടട്ടെ എന്നാണ് പയ്യൻ്റെ ചിന്ത. എന്നാൽ ഈ യാത്രയിൽ പുതിയ കുറേ തമിഴ് സിനിമകൾ ഫ്രഷായിട്ട് തിയേറ്ററിൽ കയറിയത് സിനിമാ നഗരമല്ലേ, കാണാം എന്നുള്ളതായിരുന്നു മുഖ്യം. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തും കോയമ്പത്തൂരും പോയി ഈ പയ്യൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇത് സിനിമാ നഗരത്തിൽ തന്നെ പുതിയ സിനിമകൾ കണ്ടു. ഒരു ദിവസം തന്നെ ഒരു സിനിമ എന്നല്ല, 3 ദിവസം കൊണ്ട് 7 സിനിമകൾ വരെ കണ്ട് റെക്കോർഡിട്ടു മദ്രാസിൽ ചെന്നിട്ട്. വളർന്നപ്പോൾ സിനിമ എടുക്കുവാനായത് ഈ സിനിമാകമ്പം കൊണ്ടൊന്നുമല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരിക്കലും ഈ പയ്യൻ കരുതിയതല്ല വളർന്ന് വലുതാവുമ്പോൾ ഞാൻ സിനിമ നിർമ്മിക്കുന്ന ഒരാളായി മാറും എന്ന് വിചാരിച്ചതേ അല്ല. ഇത്രയും സൂചനകളിൽ നിന്നും ആളെ നിങ്ങൾക്ക് പിടികിട്ടിയിരിക്കും. സാക്ഷാൽ ഗുഡ് നൈറ്റ് മോഹൻ. കൊതുകുതിരി വിപ്ലവത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിച്ച R കല്യാണരാമൻ എന്ന ഗുഡ് നൈറ്റ് മോഹൻ. ഗുഡ് നൈറ്റ് കൊതുകുതിരി ഇന്ത്യൻ വിപണിയിൽ എതിരാളികളില്ലാത്ത ശക്തനായി എണ്ണിയാൽ തീരാത്ത അത്ര പണം വരെ വാരി കൂട്ടുന്ന കാലം. എത്ര ഉണ്ടെന്ന് എണ്ണാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് മോഹൻ സാർ പറയുന്നത്. 20 ലക്ഷം രൂപ ഒരു സിനിമയ്ക്കായി മുടക്കിയാൽ തനിക്കൊരു നിർമ്മാതാവായി ജീവിതത്തിനൊരു വഴി കണ്ടെത്താനാകുമെന്ന് ഗുഡ് നൈറ്റ് മോഹനെ പഠിപ്പിച്ച
പ്രൊഫസറുടെ മകനും തൻ്റെ സതീർത്ഥനുമായ പി വി കൃഷ്ണൻ വന്ന് ഒരു നാൾ ഗുഡ് നൈറ്റ് മോഹനോട് പറഞ്ഞു 20 ലക്ഷം രൂപ മുടക്കിയാൽ മതി, അതിലൂടെ ഞാനൊരു നിർമ്മാതാവാകും, നിങ്ങളുടെ പടം ഓടി ആ പൈസ തിരിച്ചു തരാം, എനിക്കൊരു ജീവിത മാർഗമാകും. അപ്പോൾ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ മകൻ, കൂടെ പഠിച്ച സതീർത്ഥി, 20 ലക്ഷം രൂപ മുടക്കി ഒരു സിനിമ നിർമ്മിക്കാൻ പി വി കൃഷ്ണൻ പറയുന്ന സമയത്ത് ഗുഡ് നൈറ്റിൻ്റെ ടേൺ ഓവർ എത്ര എന്ന് ചോദിച്ചാൽ 50 കോടി രൂപയാണ്. അപ്പോൾ 20 ലക്ഷം തുച്ഛമല്ലേ? ആലോചിച്ച് നോക്കിയേ. സിനിമാ രംഗത്ത് നിരവധി ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജരായിരുന്നു പി വി കൃഷ്ണൻ. സിനിമാക്കാരുമായി നല്ല ബന്ധം, അതൊക്കെ ആദ്യ നിർമ്മാണ ചിത്രത്തിനായി ഉപയോഗിച്ച് നല്ലൊരു സിനിമ എടുക്കാം, കാശിറക്കിയാൽ മാത്രം മതി എന്നാണ് കൂട്ടുകാരനോട് പി വി കൃഷ്ണൻ പറഞ്ഞത്. ഭരതനെ കൊണ്ടൊരു സിനിമ, അതായിരുന്നു ചിന്ത. ഭരതനായാലും ലക്ഷ്മണനായാലും ആർ മോഹൻ എന്ന ഗുഡ് നൈറ്റ് മോഹന് അതൊരു പ്രശ്നമേ അല്ല. ഒരു സിനിമാക്കാരനെ പോലും അക്കാലത്ത് ഗുഡ് നൈറ്റ് മോഹൻ അറിയില്ല. എന്നാൽ പി വി കൃഷ്ണന് എല്ലാവരെയും അറിയാം. ഭരതനെ വെച്ചൊരു സിനിമ എടുക്കാം, ഞാൻ റെഡി എന്ന് ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഭരതൻ റെഡിയല്ല. ഏതോ സിനിമയുമായി ഭരതൻ തിരക്കിലാണ്. പിന്നെ അടുത്ത ചോയ്സായി മോഹൻ. വിട പറയും മുമ്പേ സൂപ്പർ ഹിറ്റായി ഓടുന്ന കാലമാണ്. മോഹനം നിശ്ചയിക്കട്ടെ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാനുള്ള നേരമില്ല ഗുഡ് നൈറ്റ് മോഹൻ എന്നുള്ള സതീർത്ഥ്യന്. കൊതുകിൻ്റെ അന്തകൻ ഭൂതം പോലെ വളർന്ന് പന്തലിക്കുന്ന കാലമല്ലേ. മോഹനെങ്കിൽ മോഹൻ എന്നായിരുന്നു ഉത്തരം. എനിക്കെല്ലാം ഓക്കെയാണ്, ആരായാലും കൃഷ്ണ നിനക്ക് സമ്മതമാണെങ്കിൽ എടുത്തോ എന്നായി. സിനിമാ പിടുത്തത്തിനിടയിൽ നടക്കുന്ന കളികളൊന്നും കാശിറക്കുന്ന ഗുഡ് നൈറ്റ് മോഹൻ അറിയില്ല. കാശ് ദയയില്ലാതെ ഒഴുക്കിയാൽ റോക്കറ്റ് വേഗതയിൽ എത്ര വേണമെങ്കിലും കത്തിച്ചു തീർക്കാവുന്ന വേദിയാണ് സിനിമ എന്നും അക്കാലത്ത് ഗുഡ് നൈറ്റ് മോഹൻ അറിയില്ല. ഊണിലും ഉറക്കത്തിലും ഗുഡ് നൈറ്റ് എന്ന ഒറ്റ ചിന്ത മാത്രം തലച്ചോറിൽ ഓടുന്ന സമയം. അങ്ങനെയുള്ളൊരു സമയം കൂടി ആയതിനാൽ പറയും വേണ്ടല്ലോ, അദ്ദേഹത്തിന് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. 20 ലക്ഷം അക്കാലത്ത് ബജറ്റിട്ട സിനിമ 30 ലക്ഷം കടന്നുപോയി. കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ കാശിറക്കുന്നവൻ്റെ ശ്രദ്ധയില്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. ചിത്രത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഇസബെല്ല. ബാലചന്ദ്ര മേനോനും സുമലതയും പ്രധാന വേഷങ്ങളിൽ വന്ന മനോഹരമായ ചിത്രം ഇസബെല്ല. ONV കുറുപ്പ് സാർ എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസ് അടക്കം പാടിയ പാട്ടുകളെല്ലാം അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇസബെല്ല നല്ല സിനിമയായിരുന്നു, പക്ഷേ നല്ല കച്ചവടമായില്ല. പാട്ടിന് പോലും തരംഗിണിക്ക് റൈറ്റ് കൊടുത്തിട്ട് 10 പൈസ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ 10 പൈസ ഗുഡ് നൈറ്റ് മോഹന് കിട്ടിയിട്ടില്ല, തരംഗിണി കൊടുത്തില്ല. തോൽവി ഒരിക്കലും അംഗീകരിക്കാത്ത ഗുഡ് നൈറ്റ് മുതലാളി ആദ്യ സിനിമയുടെ വിജയമില്ലായ്മയിൽ നിന്നും വിജയിക്കണം എന്നുറപ്പിച്ചു. ഗുഡ് നൈറ്റ് ഒരു പരാജയപ്പെടാൻ പാടില്ല ഒരു കാര്യത്തിൽ. ഈ സിനിമ പരാജയപ്പെട്ടെങ്കിൽ വിജയിച്ച ഒരു സിനിമയും കൊണ്ട് ഗുഡ് നൈറ്റ് പോകൂ എന്നുള്ള വാശി അദ്ദേഹത്തിന് വന്നു. പരാജയപ്പെടാൻ മനസ്സ് സമ്മതിക്കുമായിരുന്നില്ല. നിർമ്മാതാവ് എന്ന നിലയിൽ ഗുഡ് നൈറ്റ് വിജയിച്ച് കാട്ടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു സിനിമ പറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിച്ച് മുടക്കുമുതലും ലാഭവും നേടിയെടുക്കണമെങ്കിൽ കാശിറക്കുന്നവൻ സദാ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ പോക്ക് കേസാണ്. ഇവിടെ അതിന് കഴിയില്ല. കോടികൾ ടേൺ ഓവർ വരുന്ന തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിട്ടൊരു കളിക്ക് താനില്ല എന്ന് അദ്ദേഹം ദൃഢനിശ്ചയം എടുത്തിരുന്ന സമയമാണ്. എല്ലായിടത്തും ശ്രദ്ധിക്കാൻ ചില കിങ്കരന്മാരെ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ നിയമിച്ചു. അവർ കണ്ടവൻ്റെ കാശ് വാരിക്കോരി എറിഞ്ഞ് കളിക്കുകയാണെന്ന് അറിയാൻ അദ്ദേഹം അല്പം വൈകിയിരിക്കണം. വാരി ഇറക്കി കാശ്. ഇസബെല്ലയിലെ വീഴ്ച പരിഹരിക്കാൻ ഒരു സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്യാൻ ഗുഡ് നൈറ്റ് മോഹൻ തയ്യാറായി. നെടുമുടി സംവിധാനം ചെയ്യുന്ന പൂരം എന്ന സിനിമ. ഡേവിഡ് കാച്ചപ്പള്ളി എന്ന നിർമ്മാതാവ്, വിട പറയും മുമ്പേക്ക് എടുത്ത ഇന്നസെൻ്റെ കൂടെ നിർമ്മാതാവായിരുന്ന ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ഈ പൂരം നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന് ഗുഡ് നൈറ്റ് ഫൈനാൻസ് ചെയ്യും. ശാകുന്തളത്തിൽ നിന്നും സ്വീകരിച്ച ഒരു കഥയാണ് പൂരം. പടം ദയനീയമായി പൊളിഞ്ഞു. കൊടുത്ത പൈസയെ പൂരമാക്കി കൊടുത്ത സിനിമയായി മാറി പൂരം. അങ്ങനെ ചില്ലി പൈസ കിട്ടാതെ അത് നഷ്ടപ്പെട്ടു. നന്ദി, നമസ്കാരം.